അതെ ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് പോകുന്നത് കൊല്ലം ജില്ലയിലെ ചവറയ്ക്കടുത്തുള്ള പൊന്മനയിലെ കാട്ടിൽ മേക്കതിൽ ക്ഷേത്രത്തിലേക്കാണ്. ഒറ്റയ്ക്കല്ല, ഈ ലോങ് ഡ്രൈവിൽ എന്നോടൊപ്പം എൻ്റെ ഫ്രണ്ട് കല ടീച്ചർ കൂടിയുണ്ട്. ഞാൻ പറഞ്ഞ ഈ ക്ഷേത്രത്തെക്കുറിച്ച് നിങ്ങളും കേട്ടിട്ടുണ്ടാവും. കടലിനും കായലിനും ഇടയിലായി കാണുന്ന അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ കാട്ടിൽ മേക്കതിൽ ദേവീക്ഷേത്രം. ഇതിന് വേറൊരു പേരും കൂടിയുണ്ട്, മണികെട്ടമ്പലം, അങ്ങനെയും വിളിക്കാറുണ്ട് കേട്ടോ. ആ കാണുന്ന എൻട്രൻസ് ഉണ്ടോ, അവിടെയാണ് ക്ഷേത്രം വരുന്നത്. അപ്പോൾ നമുക്ക് ഈ കടന്ന് വേണം അപ്പുറത്തേക്ക് എത്താൻ. അതിനായിട്ട് ക്ഷേത്രഭരണ സമിതി ഏർപ്പെടുത്തിയ പ്രത്യേക ജങ്കാറുണ്ട് ഇവിടെ. അപ്പോൾ ഞങ്ങൾ ജങ്കാറിൽ കയറിയിട്ടുണ്ട്. ഇനി ജങ്കാറിലല്ലെങ്കിൽ നമുക്ക് തോണിയിലും അപ്പുറത്തേക്ക് എത്താം. ഇന്നിപ്പോൾ എന്താണെന്നറിയില്ല, നല്ല തിരക്ക് കുറവാണ്. കുറച്ചുകൂടി ആള് കയറി കഴിഞ്ഞാൽ മാത്രമേ ഈ ജങ്കാർ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുള്ളൂ എന്നാണ് തോന്നുന്നത്. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഇവിടെ എത്താനുള്ള റൂട്ട് പറഞ്ഞുതരാം. തിരുവനന്തപുരം ആറ്റിങ്ങൽ ഭാഗത്തു കൂടിയൊക്കെ വരുന്നവർക്ക് NH വഴിയുള്ള ആലപ്പുഴയോ എറണാകുളമോ ഒക്കെ ബസ്സിൽ കയറാം. എന്നിട്ട് ഇറങ്ങേണ്ട സ്റ്റോപ്പ് എന്ന് പറയുന്നത് ശങ്കരമംഗലം, ചവറ പോലീസ് സ്റ്റേഷൻ സ്റ്റോപ്പ്, അവിടെ ഇറങ്ങാം. അതിനുശേഷം ഈസ്റ്റിലേക്ക് ബസ്സുണ്ട്, പക്ഷെ അത് എപ്പോഴും ഇല്ല. കോവിൽത്തോട്ടം റോഡ് വഴി ഒരു 3 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ കൊട്ടാരത്തിൻ കടവിൽ എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിച്ചേരാം. അവിടെ നിന്നാണ്, അതായത് നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം, ഇവിടെ നിന്ന് നമുക്ക് ഈ ജങ്കാറിലോ അല്ലെങ്കിൽ തോണിയിലോ നമുക്ക് ക്ഷേത്രത്തിലേക്ക് എത്താം. ഓക്കെ, ഇനി ആലപ്പുഴ ഭാഗത്ത് നിന്ന് വരുന്നവർക്ക് കൊല്ലം ബസ്സിൽ കയറിയാൽ ശങ്കരമംഗലത്ത് ഇറങ്ങാം. ഇനി ശബരിമല, പത്തനംതിട്ട, അടൂർ ഭാഗത്തു നിന്നും വരുന്നവർക്ക് ഭരണിക്കാവ്, ശാസ്താംകോട്ട, ചവറ വഴി ഇവിടെ എത്തിച്ചേരാം. കോട്ടയം ഭാഗത്തു നിന്ന് വരുന്നവരാണെങ്കിൽ തിരുവല്ല, കായംകുളം, കരുനാഗപ്പള്ളി വഴി ശങ്കരമംഗലത്ത് എത്താവുന്നതാണ്. ഇനി ഇവിടെ വരാനുള്ള അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻസ് കൊല്ലം ജംഗ്ഷനും കരുനാഗപ്പള്ളിയുമാണ്. അങ്ങനെ നമ്മുടെ ജങ്കാറ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പുറത്ത് അവിടെ നിന്ന് ഇങ്ങോട്ട് വരാനും ആൾക്കാർ അവിടെ വെയിറ്റിംഗിലാണ്. അപ്പോൾ ഈ ജങ്കാറ് അവിടെ നമ്മളെ കൊണ്ട് ഇറക്കിയതിന് ശേഷം അവിടെ നിൽക്കുന്ന ആൾക്കാരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും. ഇനി നമുക്ക് ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ ക്ഷേത്രത്തിലേക്ക് എത്താനായിട്ട് കുറച്ചൊന്ന് നടക്കണം. അപ്പോൾ ഈ പോകുന്ന വഴിയിൽ 2 സൈഡിലായിട്ടും കുറച്ച് കുഞ്ഞു കുഞ്ഞു ഷോപ്പൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല വെയിലായത് കാരണം മണലെല്ലാം ഇങ്ങനെ പൊള്ളിക്കിടക്കുകയാണ്. ചെരുപ്പില്ലാതെ ഒന്ന് ചവിട്ടി നോക്കുകയാണെങ്കിൽ കാല് നല്ല പൊള്ളും. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ എത്തിച്ചേർന്നു. ഇവിടെ മെയിൻ എന്ന് പറയുന്നത് മണി കെട്ടുക, നാമജപത്തോടെ മണി കെട്ടുക എന്നുള്ളതാണ് ഇവിടുത്തെ മെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് റെസിപ്റ്റ് എടുക്കാം. 40 രൂപയ്ക്ക് റെസിപ്റ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് മണി കിട്ടും. അപ്പോൾ അത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇവിടെ ഒരു ആൽമരം ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും ആഗ്രഹങ്ങളൊക്കെ സാധിക്കണമെങ്കിൽ അമ്പലത്തിൽ പൂജിച്ച മണി 7 വലം വെച്ചിട്ട് ആ ആലിൽ കെട്ടുക. അപ്പോൾ ആഗ്രഹം സത്യമാണെങ്കിൽ അത് നടന്നിരിക്കും എന്നതാണ് വിശ്വാസം ഇവിടുത്തത്. ഈ കാണുന്ന ആൽമരത്തിലാണ് മണി കെട്ടുന്നത്. ഇതിപ്പോൾ കണ്ടോ, ഒരുപാട് പേര്, എത്ര മണിയാ. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ അമ്പലത്തിൽ എത്തിച്ചേരുന്നവരുടെ ആ ഒരു കണക്കെന്ന് പറയുന്നത് അല്ലേ, ഒരുപാടുണ്ട്. ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ഈ മണിയുടെ മുഴക്കം ഇങ്ങനെ നമുക്ക് കേൾക്കാനായിട്ട് പറ്റും. ഈ കാണുന്ന ക്ഷേത്രത്തിൻ്റെ തൊട്ട് പുറകിലായിട്ട് കടലാണ്. ഒരു മതിലിൻ്റെ വ്യത്യാസം അത്ര മാത്രമേ ഉള്ളൂ. സുനാമി വന്നപ്പോൾ ഈ ഏരിയ ഫുള്ളും എടുത്തിട്ട് പോയതാണ്. പക്ഷേ ക്ഷേത്രത്തിന് മാത്രം ഒരു കേടുപാടും പറ്റിയിട്ടില്ല. ഞങ്ങളങ്ങനെ ക്ഷേത്രത്തിൽ തൊഴുതതിന് ശേഷം ക്ഷേത്രത്തിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള വഴിയിൽ കൂടി വന്നു കഴിയുമ്പോൾ കുറച്ച് ഉള്ളിലേക്ക് വരുമ്പോഴേക്കും നമുക്ക് ഈ ബീച്ച് ഏരിയയിലേക്ക് എത്താം. ആ കാണുന്ന കരിങ്കല്ല് കണ്ടില്ലേ, ആ കരിങ്കല്ല് കൂട്ടിയിട്ടേക്കുന്ന അതിൻ്റെ തൊട്ട് പുറകിലായിട്ടാണ് നമ്മൾ നേരത്തെ നിന്ന ക്ഷേത്രം വരുന്നത്. ഇപ്പോൾ സമയം 12 മണിയായിരുന്നു. അത്യാവശ്യം നല്ല വെയിലുമുണ്ട്. പക്ഷേ അതൊന്നും നോക്കാതെ
ഞങ്ങൾ ഒത്തിരി സമയം ഇവിടെ സ്പെൻഡ് ചെയ്തു. ഞാനിവിടെ ശ്രദ്ധിച്ച വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടുത്തെ മണൽ, കരിമണൽ, കറുത്ത കളറാണ്, ബ്ലാക്ക് സോയിൽ ആണ് ഇവിടുത്തെ ബീച്ചിൽ ഞാൻ കണ്ടത്. അങ്ങനെ ഞങ്ങൾ കുറേ സമയം ഇവിടെയും സ്പെൻഡ് ചെയ്ത് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ തിരിച്ചു പോകുമ്പോൾ വീണ്ടും നമുക്ക് വെയിറ്റ് ചെയ്യണം ജങ്കാറിനായിട്ട്. തോണിയിൽ പോകണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ ഞങ്ങൾക്ക് രണ്ടാൾക്കും നീന്തൽ അറിയില്ല. അപ്പോൾ കലാമാമിന് ചെറിയൊരു പേടിയുണ്ട്, അതുകൊണ്ട് പിന്നെ തോണിക്ക് വെയിറ്റ് ചെയ്തില്ല, ജങ്കാറിനായിട്ട് വെയിറ്റിങ്ങിലാണ്. അപ്പോൾ അവിടെ നിന്ന് ഇനി ഇങ്ങോട്ടേക്ക് ജങ്കാർ വരണം. അതേ വരുന്നുണ്ട്. ഇതുവഴിക്ക് അല്ലാണ്ട് കുഞ്ഞു കുഞ്ഞു തോണിയൊക്കെ പോകുന്നുണ്ടായിരുന്നു. നല്ല തിരക്ക് കുറവാണെന്ന്. സാധാരണ ഞാനിവിടെ വരുമ്പോഴൊക്കെ ക്യൂ നിന്നൊക്കെയാണ് വരുന്നിട്ടുണ്ടായിരുന്നത്. ഇന്നെന്താണെന്ന് അറിയില്ല. ഇനി ഫ്രൈഡേ, ട്യൂസ്ഡേ ആ ദിവസങ്ങളിലൊക്കെ ആണെന്ന് തോന്നുന്നു ഇവിടെ തിരക്ക് കൂടുതൽ. ദേവീക്ഷേത്രമല്ലേ, ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ ഭദ്രകാളിയാണ്. അപ്പോൾ ദേവീക്ഷേത്രങ്ങളിൽ എപ്പോഴും ട്യൂസ്ഡേ, ഫ്രൈഡേ ഒക്കെ ആണല്ലോ തിരക്ക്. അപ്പോൾ അതുകൊണ്ട് ആവാം. കാട്ടിലമ്മ. ഇപ്പം ഇതിപ്പോൾ ഇങ്ങോട്ട് ചേർത്ത് നിർത്തും. ഇനി നമുക്ക് ഇതിലേക്ക് കയറാം. അപ്പം നമ്മളിവിടെ നിൽക്കുന്ന കണ്ടിട്ടാണ്, ഇത്രയും പേര് ഇവിടെ നിൽക്കുന്ന കണ്ടിട്ടാണ് അവിടുത്തെ ജങ്കാർ ഇങ്ങോട്ടേക്ക് വന്നത്. അല്ലാണ്ട് അതിൽ വലിയ ആളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരുപാട് പേര് വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ജങ്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അവർ പെട്ടെന്ന് തന്നെ ആൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും എത്തിക്കാനായിട്ടുള്ള ഏർപ്പാടൊക്കെ ചെയ്യുന്നതാണ്. ഞങ്ങൾ കയറി കഴിഞ്ഞപ്പോഴേക്കും കുറേ പേര് അവിടെ നിന്ന് ഇങ്ങനെ ഓടി വരുന്നേ ഉള്ളൂ. ഓടി വായോ എൻ്റെ ചേട്ടാ. വേറെ ആരോ ഉണ്ടെന്ന് തോന്നുന്നു, പുറകില് വരുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ ഉത്സവം കഴിഞ്ഞു എന്ന് തോന്നുന്നു, കുംഭമാസത്തിലാണെന്ന് തോന്നുന്നു. നല്ല വെയിലാണ്, എല്ലാവരും തലയിലൊക്കെ തുണിയൊക്കെ ഇട്ട് നിൽക്കുവാണ്. നട്ടുച്ച സമയം കൂടിയല്ലേ. ഈ പുറകിൽ കാണുന്ന ചേച്ചി ഞങ്ങളോടൊപ്പം ഇങ്ങോട്ടേക്ക് വന്നതാണ്. ആ ചേച്ചി തിരിച്ചു പോയപ്പോഴും ഞങ്ങളെ തന്നെ നോക്കുന്നുണ്ടായിരുന്നു. വെറുതെ എന്താ ഇപ്പം കാണിച്ചു വിട്ടണം. ആള് ഭയങ്കര സീരിയസ് ആണെന്ന് തോന്നുന്നു. ഹായ് ചേച്ചി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. കൊല്ലം ജില്ലയിലെ ചവറയ്ക്ക് സമീപം പന്മനയിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ഒരു ക്ഷേത്രം കാട്ടിൽ മേക്കതിൽ ദേവീക്ഷേത്രം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരേക്കും ബൈ ബൈ. See you.